അഭിലാഷം ഷംസു സൈബ സംവിധാനം ചെയ്ത് സൈജു കുറുപ്പ് തൻവീർ റാം എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഈ മലയാളം റൊമാന്റിക് ഡ്രാമ സിനിമയെക്കുറിച്ചാണ് ഇന്നും. കോട്ടക്കലിൽ ചില ചെറിയ ബിസിനസ് ഒക്കെ നടത്തി വരുന്ന ഒരു പാവം പിടിച്ച മനുഷ്യനാണ് അഭിലാഷ്. തന്റെ ബാല്യകാല സുഹൃത്ത് ഷെറിനോട് അഭിലാഷിനുള്ള അഭിലാഷത്തിന്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. ഈ പ്രണയം ഒരു കാത്തിരിപ്പാണെന്ന് ആരോ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. ആരായിരുന്നു എനിക്ക് ഓർമ്മയില്ല. അതിന്റെ ഒരു ന്യൂ വേർഷനാണ് ഈ സിനിമ. ബേസിക്കലി എനിക്ക് പ്രണയകഥകളൊന്നും അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരാളല്ല. എനിക്ക് നന്നായിട്ട് ക്രിഞ്ച് അടിക്കും. ഇപ്പൊ ടീനേജ് പ്രായത്തിൽ കുറച്ച് ക്രിഞ്ച് ലവ് സ്റ്റോറീസ് ഒക്കെ ഇഷ്ടമായിരുന്നു. ചില ഹിന്ദി ക്രിഞ്ച് ലവ് സ്റ്റോറീസ് വരെ കുത്തിയിരുന്ന് കാണുമായിരുന്നു. എന്നുള്ളതല്ലാതെ ഞാൻ മറ്റേ ഹിന്ദി സിനിമയുടെ പേരുള്ള ഒരാളാണ്. ഐ ഹേറ്റ് ലവ് സ്റ്റോറീസ്. അതുകൊണ്ട് തന്നെ ഉള്ളത് പറയുകയാണെങ്കിൽ ഇത് ക്രിഞ്ച് അടിക്കും, എനിക്ക് മടുപ്പായിരിക്കും എന്ന് മുൻകൂട്ടി തന്നെ കരുതിക്കൊണ്ട് തന്നെയാണ് പിന്നെ ജസ്റ്റ് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ച് യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ പോയി കണ്ട ഒരു സിനിമയായിരുന്നു അഭിലാഷം. അതുകൊണ്ടാണോ എന്തോ എനിക്കറിയില്ല, സർപ്രൈസിംഗിൽ എനിക്ക് പടം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത്രയ്ക്ക് ക്ലീഷേ അല്ലെങ്കിൽ ക്രിഞ്ച് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ കുഞ്ഞ് പടം എന്ന് പറയാം. ക്രിഞ്ചായി പോകേണ്ടിരുന്ന പല സിറ്റുവേഷൻസും നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചതുകൊണ്ട്, നല്ല പെർഫോമൻസുകൾ കൊണ്ട്, മെച്ചുവേർഡ് ആയിട്ടുള്ള ഡയലോഗുകളൊക്കെ കൊണ്ട് നൈസായിട്ട് തന്നെ വന്ന ഒരു സിനിമ. അഭിലാഷ് എന്ന ക്യാരക്ടറിനെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് പടത്തിന്റെ പോസിറ്റീവാണ്. എനിക്ക് നന്നായിട്ട് ആ ക്യാരക്ടറിനെ റിലേറ്റ് ചെയ്യാൻ പറ്റി. പേഴ്സണലി എനിക്ക് പല കാര്യങ്ങളും ഞാനും അഭിലാഷുമായിട്ട് സിമിലർ ആയിട്ട് ഫീൽ ചെയ്തായിരുന്നു. ഇപ്പം എൻ്റെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള ഒരാളാണ് ഞാനും. ആ ഒരു ടൈമിലാണ് ഹൈസ്കൂളിലും പ്ലസ് ടുവിലും ഒക്കെ പഠിച്ചത്. സോ കുറെ നൊസ്റ്റാൾജിയാസ് വന്നു. ഇപ്പം അമ്മയുടെ പേര് വരെ എന്റെയും അഭിലാഷിന്റെയും അമ്മയുടെ പേര് സെയിം ആയിരുന്നു. ആ ഒരു ടൈമിൽ എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു ഫസ്റ്റ് ലവ് ഒക്കെ. അങ്ങനെ കുറെ നൊസ്റ്റാൾജിയ തോന്നിയ ഒരു ക്യാരക്ടറാണ്. എല്ലാവർക്കും അങ്ങനെയാണോ എന്നില്ല കേട്ടോ. ഇതിന്റെ ക്ലൈമാക്സും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ എല്ലാവരും കൂടി ഫോഴ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലീഷേ ക്ലൈമാക്സ് അല്ലെങ്കിൽ ഒരു യൂഷ്വൽ എൻഡിങ് ഉണ്ടാകാറുണ്ട്. അതിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അവസാനമായിട്ടാണ് എനിക്ക് തോന്നിയത്. പെർഫോമൻസിൽ അഭിലാഷായിട്ട് വന്ന സൈജുവിന്റെ പ്രകടനം തന്നെയാണ് എടുത്തു പറയേണ്ടത്. ആർക്കും ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു മനുഷ്യനായാൽ ഇത്രയും പാവം ആകരുതെന്ന് തോന്നിപ്പോ. ഞാനും ഒക്കെ പണ്ടിങ്ങനെയായിരുന്നു, പക്ഷേ കാലക്രമേണ കുറച്ചുകൂടെ ബോൾഡായി. അയാളുടെ പ്രണയത്തിന്റെ ആഴം ആ ഒരു ഫ്ലാഷ് ബാക്ക് രംഗങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ അവതരിപ്പിച്ചതും പടത്തിന് പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. ബാലതാരങ്ങളും നൈസായിട്ട് തന്നെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നായിക ഷെറിനായിട്ട് വന്ന തൻവീർ റാമും നീറ്റായിട്ട് ആ റോൾ ചെയ്തിട്ടുണ്ട്. സാധാരണ പണ്ടൊക്കെ ആണെങ്കിൽ ഇത്തരം റോളുകൾ ഒരു ദുഃഖപുത്രി മൂഡിൽ അവതരിപ്പിക്കാറുണ്ട്. അതിനു പകരം വളരെ പോസിറ്റീവായിട്ട് കാണിച്ചത് ഒരു മികച്ച ഒരു ക്ലീഷേ ബ്രേക്കിംഗ് അനുഭവമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ എടുത്തു പറയേണ്ടത് സൈജുവിന്റെ അമ്മയായിട്ട് വന്ന ഉമ KPയുടെ പ്രകടനമാണ്. വേറെയും പല പടങ്ങളിലും അമ്മയായിട്ട് സ്ഥിരം കാണാറുണ്ട്. സൈജു കുറുപ്പിന് തന്നെ അമ്മയായിട്ട് വേറെ ഏതൊക്കെയോ പടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പല്ലോട്ടി 90s കിഡ്സിലാണെന്ന് തോന്നുന്നു. അവർ തമ്മിലുള്ള കെമിസ്ട്രി നല്ലതാണ്. ഭയങ്കര നാച്ചുറൽ ആൻഡ് നൈസ് ആക്ടിംഗ് ആണ് ഉമ KPയുടേത്. അർജുൻ അശോകനും പടത്തിലുണ്ട്. ഒരു ബിൽഡപ്പ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും കാര്യമായിട്ടൊന്നും പുള്ളിക്ക് ചെയ്യാനില്ല പടത്തിൽ. ബിനു പപ്പു, നവാസ് വള്ളിക്കുന്ന്, നീരജ രാജേന്ദ്രൻ, നിംന, ജയപ്രകാശ് കുളൂർ തുടങ്ങിയവരാണ് മറ്റു വേഷങ്ങളിൽ വന്നിട്ടുള്ളത്. ഞാൻ പടം കണ്ടു കഴിഞ്ഞാൽ ആദ്യം അന്വേഷിച്ചത് ഇതിന്റെ മ്യൂസിക് ആരാണെന്നുള്ളതാണ്. അത്രയ്ക്ക് നല്ല പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് ഒരു മലബാർ സ്റ്റൈലിലുള്ള പാട്ടുകൾ നല്ല രസമായിരുന്നു. ശ്രീഹരി K നായരാണ് ഇതിന്റെ മ്യൂസിക്. സജിത് കാക്കുവിന്റെ ക്യാമറ കൊള്ളാം. ആ ഒരു മലയോരത്തെ വിഷ്വൽസ് ഒക്കെ നൈസ് ആയിരുന്നു. പിന്നെ നിംസ് ആണ് ഇതിന്റെ എഡിറ്റർ. നെഗറ്റീവ്സ് പറഞ്ഞാൽ സത്യത്തിൽ ഈ കഥ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. മാക്സിമം 1 മണിക്കൂർ കൊണ്ട് ഇതിന്റെ കഥ തീരും. സോ കുറെ ഭാഗങ്ങൾ ഇങ്ങനെ വളഞ്ഞു മൂക്കെ പിടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. കുറച്ച് പാട്ടുകളും ചില സീൻസും ഒക്കെ ഒഴിവാക്കുകയായിരുന്നെങ്കിൽ പടം ഒന്നുകൂടി ക്രിസ്പ് ആൻഡ് ഫാസ്റ്റ് ആയനെ എന്ന് തോന്നി. സോ ആകമൊത്തം ടോട്ടലിൽ വലിയ സംഭവമൊന്നും അല്ലെങ്കിലും ഒരു സിമ്പിൾ വൺ ടൈം വാച്ച് ഫീൽ ഗുഡ് സിനിമയാണ് അഭിലാഷം. ഫാമിലി പ്രേക്ഷകർക്ക് പടം നന്നായിട്ട് ഇഷ്ടമാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രണയകഥ ഇഷ്ടമുള്ളവർക്ക് പടം നന്നായിട്ട് വർക്കാൻ സാധ്യതയുണ്ട്. ലവ് സ്റ്റോറീസ് അങ്ങനെ ഇഷ്ടമില്ലാത്ത എനിക്ക് പോലും എൻഗേജിംഗ് ആയിട്ട് ഫീൽ ചെയ്ത സിനിമയാണ്. ഈ പല ഹിന്ദു മുസ്ലിം ലവ് സ്റ്റോറീസ് എന്ന് പറഞ്ഞ് മലയാളത്തിൽ തന്നെ പണ്ട് വന്നിട്ടുള്ള ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെട്ട ഓവർ റേറ്റഡ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കുറെ സിനിമകളുണ്ട്. അതിനേക്കാൾ കുറച്ചുകൂടി റിയൽ ആയിട്ട് സിമ്പിൾ ആയിട്ട് അത്രയ്ക്കും സിനിമാറ്റിക് അല്ലാതെ എനിക്ക് ഫീൽ ചെയ്തു. സോ എനിക്ക് വർക്കായ ഒരു പടമാണ് അഭിലാഷം. ബട്ട് എന്റെ അഭിപ്രായം ആയിരിക്കില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ക്രിഞ്ചായിട്ട് തോന്നാം. മേ ബി പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ ഓരോ സിനിമയും തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.